ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഏറ്റവും സമുന്നതനായ നേതാവാണ്. കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റി അംഗമാണ് ശ്രീമാൻ കെ സുധാകരൻ. നമുക്കൊക്കെ തന്നെ എല്ലാ മാർഗനിർദ്ദേശങ്ങളും എല്ലാ കാലത്തും തന്നുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ ജില്ലയിൽ മാത്രമല്ല സംസ്ഥാനത്ത് ഏറ്റവും ഉജ്ജ്വലമായി നയിച്ച ഒരു നേതാവാണ് അദ്ദേഹം. കണ്ണൂർ അസംബ്ലി നിയോജക മണ്ഡലത്തിൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വീട്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മണ്ഡലം കൂടുതലും കണ്ണൂരാണ്. കണ്ണൂരിലെ കോൺഗ്രസ് പ്രവർത്തകന്മാർക്ക് എന്നും ഊർജ്ജവും ആവേശവും നൽകിയ നേതാവ് എന്നുള്ള നിലയിൽ തന്നെയാണ് എല്ലാ കാലത്തും അദ്ദേഹത്തെ നമ്മൾ കണ്ടിട്ടുള്ളത്. ഈ സമയത്ത് ഒരു ഒരു അസംബ്ലി തെരഞ്ഞെടുപ്പ്, നിർണായകമായ തെരഞ്ഞെടുപ്പ്, ആ തെരഞ്ഞെടുപ്പിൽ ഐക്യജനാധിപത്യ മുന്നണി അധികാരത്തിൽ തിരിച്ചു വരേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് അദ്ദേഹം ഇന്നലെ വരെ സംസാരിച്ചു. എല്ലാവരുടെയും ആഗ്രഹം അതാണ്. പ്രത്യേകിച്ച് കേരളത്തിലെ ജനങ്ങൾ അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ച് എല്ലാവർക്കും അറിയാം. അവയ്ക്കൊരു പരിഹാരം എല്ലാ തരത്തിലും പരാജയപ്പെട്ട ഒരു ഭരണകൂടം 10 വർഷമായിട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു. പലരും പറഞ്ഞതുപോലെ ബംഗാളിലെ ഗവൺമെൻറ് 33 വർഷക്കാലം ഭരിച്ചതിന് ശേഷമാണ് ജനങ്ങളിൽ നിന്നും ഒറ്റപ്പെട്ടു പോയതെങ്കിൽ ഇവിടെ 10 വർഷം കൊണ്ട് തന്നെ അതിനേക്കാൾ വലിയ മോശം അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. ഏതായാലും അത് മാറ്റിയെടുക്കുക. കണ്ണൂർ അസംബ്ലി മണ്ഡലത്തിൽ 2 തവണയായി UDF പരാജയപ്പെടുന്നു. ആ UDFനെ തിരിച്ചു കൊണ്ടുവരിക ആ ഒരു വലിയ ദൗത്യമാണ്. ആ ദൗത്യം എല്ലാവരും കൂട്ടായി ഏറ്റെടുക്കാൻ വേണ്ടിയിട്ടുള്ള പ്രയത്നത്തിലാണ്. അദ്ദേഹത്തിൻ്റെ സ്നേഹപൂർണ്ണമായ ആശ്ലേഷവും അതുപോലെ തന്നെ അനുഗ്രഹവും ഒക്കെ ഈ സമയത്ത് ലഭിച്ചിട്ടുണ്ട്. എന്താണ് പറയട്ടെ, പ്രചരണം ആരംഭിച്ചു. നമ്മളിപ്പോൾ ഇന്ന് അദ്ദേഹവുമായി സംസാരിച്ച് അദ്ദേഹത്തിൻ്റെ ഒരു കൺവീനിയൻറ്റ് ഡേറ്റിൽ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ വിളിച്ചു ചേർക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അത് ഇന്ന് വൈകുന്നേരം കൊണ്ട് അതിൻ്റെ പ്ലാനിംഗ് ഉണ്ടാകും. UDFിൻ്റെ ഉന്നത നേതൃത്വം, അതായത് കണ്ണൂർ അസംബ്ലി നിയോജക മണ്ഡലത്തിനകത്തുള്ള പ്രധാനപ്പെട്ട നേതാക്കന്മാർ ഇന്ന് വൈകുന്നേരം കൂടിയാലോചിക്കുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നമുക്കറിയാം, ഇതുവരെയുള്ളതിൽ വെച്ച് ഏറ്റവും ഷോർട്ടസ്റ്റ് പീരീഡാണ് ഇതിലുള്ളത്. കുറഞ്ഞ ദിവസം മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിനിടയിലുള്ള പ്രവർത്തനങ്ങളൊക്കെ തന്നെ ചിട്ടപ്പെടുത്താൻ തെരഞ്ഞെടുപ്പ് അതിൻ്റെ പ്രധാനപ്പെട്ട ചുമതല വഹിക്കുന്ന ആളുകൾ ഇന്ന് വൈകുന്നേരം 4 മണിക്ക് യോഗം ചേരുന്നു. ആ യോഗത്തിൻ്റെ തീരുമാനമനുസരിച്ച് നിശ്ചയിക്കുന്ന സമയത്ത് കൺവെൻഷൻ വിളിച്ചു ചേർക്കാൻ അദ്ദേഹം അനുവാദം തന്നിട്ടുണ്ട്. ആ കൺവെൻഷൻ അദ്ദേഹം പങ്കെടുക്കുകയും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിലാണ് കൺവെൻഷൻ ചേരുക. വളരെ നന്നായി ചിട്ടയോടെ, നമ്മൾ കുറച്ച് വൈകിട്ടുണ്ട്, പക്ഷേ അത്രയും വേഗത്തിൽ എല്ലാറ്റിനെയും മറികടന്നുകൊണ്ട് മുന്നിലെത്താനുള്ള പ്രവർത്തനം ഞങ്ങൾ നടത്തും. അത് നമുക്ക് കഴിഞ്ഞ ദിവസങ്ങളിലെ ചർച്ചകളൊക്കെ നിങ്ങൾ കണ്ടു കാണും. അതുമായി ബന്ധപ്പെട്ടാവാം. കാരണം അദ്ദേഹം ഹൈക്കമാൻഡിന് കൊടുത്ത വാക്കാണ്. അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ വിജയിപ്പിക്കുക എന്ന പ്രവർത്തനത്തിൽ ഏറ്റവും മുന്നിൽ നിന്ന് പ്രവർത്തിക്കും എന്ന് അദ്ദേഹം പറഞ്ഞതാണ്. ആ നിലയിലുള്ള പ്രവർത്തനം അദ്ദേഹം നിങ്ങൾക്കൊക്കെ അറിയാം. പക്ഷേ അദ്ദേഹം പറഞ്ഞത് ആ സമയത്ത് ഉൾപ്പെടെ ഒരിക്കലും നിന്നെ ടിഒ മോഹനൻ സ്ഥാനാർത്ഥിയാകുന്നതിന് എനിക്ക് ഒരു തരത്തിലും തടസ്സമില്ല, അതിന് എന്തായാലും അത്തരം കാര്യങ്ങൾക്ക് ഞാനും നിന്റെ കൂടെ ഉണ്ടാകും എന്ന് അദ്ദേഹം എല്ലാ കാലത്തും പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും ഉണ്ടായിരുന്നു. എന്നോട് പറഞ്ഞതല്ല, അത് നേതൃത്വവുമായി ബന്ധപ്പെട്ടാണ്. പക്ഷെ നമ്മൾ തമ്മിൽ നിങ്ങൾ പലരും പറഞ്ഞ ഒരു ഇതുമില്ല. എന്നും എനിക്ക് ഒരു ഏറ്റവും നല്ല നിർദ്ദേശവും ഉപദേശവും ഒക്കെ തരുന്ന ഒരു നേതാവ് തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ഉപദേശവും നിർദ്ദേശവും ഒക്കെ തന്നെ സ്വീകരിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. അത് ഇനിയും തുടരും. ഏതാണ് ഈ സമയത്ത് ഇതിനകത്ത് സ്വാഭാവികമായിട്ട് അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്യും. ഇപ്പോഴും പറഞ്ഞ കുറേ കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും നമ്മൾ ഷെയർ ചെയ്യേണ്ട വിഷയമില്ല ഇതിനകത്ത്. ഏതായാലും നേതൃത്വപരമായ അദ്ദേഹത്തിൻ്റെ എല്ലാ കഴിവും ഈ തെരഞ്ഞെടുപ്പ് സഹകരണം എല്ലാം പൂർണ്ണമായി തെരഞ്ഞെടുപ്പിന് വേണ്ടി അദ്ദേഹം വിനിയോഗിക്കും. ഞങ്ങളോടൊപ്പം ഉണ്ടാകും. ഒരു ടീമായിട്ട് നന്നായിട്ട് മുന്നോട്ട് പോകും. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് പലപ്പോഴും ചില ആശയക്കുഴപ്പമൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഹൈക്കമാൻഡ് ഒരു തീരുമാനമെടുത്താൽ ആ തീരുമാനത്തോടൊപ്പം കോൺഗ്രസിനെ സ്നേഹിക്കുന്ന എല്ലാവരും ചേർന്ന് നിൽക്കുക എന്നതാണ് കീഴ്വഴക്കം. പല സ്ഥലത്തും വെടിയും പുകയൊക്കെ ഉണ്ടെങ്കിൽ പോലും നമ്മളതൊക്കെ കെട്ടടങ്ങിയിട്ടുണ്ട്. അത് കണ്ണൂരിൻ്റെ കാര്യത്തില്ല, മറ്റു പല സ്ഥലത്തും. അപ്പോൾ ഏതായാലും ഐക്യത്തോടെ മുന്നോട്ട് പോകും. അതൊരു സന്ദേശമാണ്. കേരളത്തിൽ ഉജ്ജ്വലമായ വിജയം, പ്രതിപക്ഷ നേതാവൊക്കെ പറഞ്ഞതുപോലെ 100-ലധികം സീറ്റുമായിട്ട് ഐക്യ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ തിരിച്ചു വരും. അത് വരും ദിവസങ്ങളിൽ നമുക്ക് കാണാം. എല്ലാവർക്കും നന്ദി. കണ്ണൂർ നിയോജക മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി ടിഒ മോഹനൻ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. കെ സുധാകരനെ നേരിൽ കണ്ട് അനുഗ്രഹം വാങ്ങി
അദ്ദേഹം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലേക്ക് കടക്കുകയാണ്. ഇന്ന് വൈകിട്ട് യോഗം ചേർന്ന ശേഷം തെരഞ്ഞെടുപ്പ് കൺവെൻഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തീരുമാനമുണ്ടാകും. കെ സുധാകരൻ ഞാൻ വാക്കുപാലിച്ചു എന്ന ഒരു വാചകം മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞിരുന്നു. അതെന്താണ് എന്ന് മാധ്യമപ്രവർത്തകർ ഇപ്പോൾ ടി ഒ മോഹനോട് ചോദിച്ചപ്പോൾ അത് AICCക്ക് നൽകിയിരിക്കുന്ന ഹൈക്കമാൻഡ് നൽകിയിരിക്കുന്ന വാക്ക് പാലിച്ചു എന്നാണ് അദ്ദേഹം ഉദ്ദേശിച്ചത് എന്നാണ് ഇപ്പോൾ ടി ഒ മോഹനൻ വിശദീകരിച്ചിരിക്കുന്നത്. മാത്രമല്ല മോഹനാണ് മത്സരിക്കുന്നതെങ്കിൽ ഞാൻ ഒപ്പമുണ്ടാകും എന്ന കാര്യം നേരത്തെ തന്നെ പറഞ്ഞിരുന്നുവെന്നും തനിക്ക് എല്ലാവിധത്തിലുള്ള പിന്തുണയും നൽകുന്ന തന്റെ അടുത്ത സുഹൃത്താണ് കെ സുധാകരൻ എന്നുമാണ് ടി ഒ മോഹനൻ പറഞ്ഞത്. 33 വർഷക്കാലം ബംഗാളിൽ ഭരണത്തിലുണ്ടായിരുന്നപ്പോഴുണ്ടായ ജനങ്ങളുടെ ഭരണവിരുദ്ധ വികാരത്തിന് തുല്യമായ ഒരു ഭരണവിരുദ്ധ വികാരം 10 വർഷം കൊണ്ട് കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യമാണ്. ഒരു അല്പം വൈകിയെങ്കിലും വളരെ പെട്ടെന്ന് തന്നെ ചടുലമായി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലേക്ക് കടക്കാൻ പോകുന്നു എന്ന സൂചനയാണ് ഇപ്പോൾ ടി ഒ മോഹനൻ നൽകിയിരിക്കുന്നത്. ഏതായാലും കണ്ണൂരിൽ സീറ്റ് സ്ഥാനാർത്ഥിത്വം ആഗ്രഹിച്ച് കെ സുധാകരൻ നിലപാട് സ്വീകരിച്ചതിനെ തുടർന്നുണ്ടായ ആശങ്കയുടെ കാർമേഘങ്ങൾ മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ടി ഒ മോഹനന്റെ സ്ഥാനാർത്ഥിത്വം അംഗീകരിച്ചുകൊണ്ട് കെ സുധാകരൻ ഒപ്പമുണ്ടാകും എന്ന വാക്ക് ടി ഒ മോഹനന് കൊടുത്തിരിക്കുന്നു. നമുക്കറിയാം കണ്ണൂരിലെ സ്ഥിതിഗതികൾ, രാഷ്ട്രീയ സാഹചര്യങ്ങൾ. ഏതാണ്ട് 15 വർഷക്കാലം തുടർച്ചയായി UDF ഭരിച്ചിരുന്ന മണ്ഡലമാണ്. അവിടെ കഴിഞ്ഞ 10 വർഷക്കാലമായി ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി കടന്നപ്പള്ളി രാമചന്ദ്രനാണ് വിജയിക്കുന്നത്. നേരിയ മാർജിനിലാണ് കടന്നപ്പള്ളിയുടെ വിജയം. അതുകൊണ്ട് കോൺഗ്രസ് ഒന്ന് ആഞ്ഞു പിടിച്ചാൽ തിരികെ കിട്ടാവുന്ന ഒരു മണ്ഡലം എന്ന അർത്ഥത്തിൽ ടി ഒ മോഹനന് കെ സുധാകരന്റെ പിന്തുണ കൃത്യമായി ലഭിക്കുകയാണെങ്കിൽ അങ്ങനെ വിജയിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് സ്ഥാനാർത്ഥി ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത്. കെ സുധാകരൻ കണ്ണൂരിൽ മത്സരിക്കണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു. അദ്ദേഹം അതിൽ നിർബന്ധം പിടിച്ചിരുന്നു. അദ്ദേഹം സമ്മർദ്ദം ചെലുത്തിയിരുന്നു. ഒരു വേള അദ്ദേഹം ഭീഷണി ഉയർത്തുക പോലും ചെയ്തു. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ വഴി, എനിക്ക് എൻ്റെ വഴി എന്ന് നേതൃത്വത്തോട് പറഞ്ഞതായിട്ടുള്ള വിവരങ്ങളൊക്കെ പുറത്തു വന്നിരുന്നു. പക്ഷേ അതെല്ലാം അത്തരത്തിലുള്ള അഭ്യൂഹങ്ങളെയൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് കെ സുധാകരൻ പാർട്ടിയിൽ അടിയുറച്ചു നിൽക്കുമെന്നും കണ്ണൂരിലെ UDF സ്ഥാനാർത്ഥി ടി ഒ മോഹനന്റെ വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കുമെന്നും ആ സ്ഥാനാർത്ഥിക്ക് ഉറപ്പ് നൽകിയിരിക്കുന്നു. അതിന്റെ വിവരങ്ങളും വിശദാംശങ്ങളും ഒക്കെ നമ്മൾ പരിശോധിച്ചു. നമുക്ക് ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.